ഞരമ്പ് രോഗികളുടെ കാലഘട്ടമാണല്ലോ ഇത്. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതൊക്കെ മഞ്ഞയായിട്ടേ തോന്നൂ. അതുപോലൊരു മഞ്ഞക്കാരൻ ഫേസ്ബുക്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്ത ചിത്രമാണിത്. കാണുന്ന എല്ലാത്തിനോടും എന്തിന് പ്രതികരിക്കണമെന്നൊക്കെ ചിലരൊക്കെ ചോദിച്ചെന്ന് വരാം. പക്ഷേ ഇതുപോലെയുള്ള തെണ്ടിത്തരങ്ങൾ കാണിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെ, പ്രിയപ്പെട്ട സമൂഹമേ? 10 നുണകൾ ആവർത്തിച്ച് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള ഞരമ്പ് രോഗികളെ മുളയിലേ നുള്ളണം. ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് മുഴുവൻ പരിശോധിച്ചപ്പോൾ അതെല്ലാം മതവിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ള പോസ്റ്റുകളാണ്. വീട്ടിൽ വേറെ പണിയൊന്നുമില്ലെങ്കിൽ 10 വാഴ വയ്ക്കുന്നേ, ആർക്കെങ്കിലുമൊക്കെ ഗുണമാകുമല്ലോ. ഇതുപോലെയുള്ള നാണമില്ലാത്തവരാണ് ഈ കേരളത്തിൻ്റെ അപമാനം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് കേട്ടോ ഇത്. അവർ സ്കൂൾ ബസ്സിനിട്ട പേര് യഹോവ ഇരെ. യഹോവ ഇരെ എന്ന നാമത്തിന് എന്താണ് അർത്ഥം? ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ വിട്ടുപോയവ പൂരിപ്പിക്കുക എന്നിട്ട് ചിരിക്കുന്ന ഒരു അവഹേളന ചിത്രവും. കവി ഉദ്ദേശിച്ചത് ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നേ. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കണോ മാഷേ? തിരുവചനത്തെ അവഹേളിച്ചതിലൂടെ ആ സ്കൂളിനോടും ക്രിസ്ത്യൻ സമുദായത്തോടും മാപ്പ് പറഞ്ഞേ മതിയാവൂ. ഏതായാലും വിട്ടുപോയവ ഞാൻ തന്നെ പൂരിപ്പിച്ചു തരാം. കേട്ടോ മാഷേ, ഇതാണ് ആ ഭാഗം. യഹോവ ഇരെ എന്നാൽ കർത്താവ് നൽകും എന്നർത്ഥം. അതിന് മാഷേ, ക്രിസ്ത്യാനികൾക്ക് ജീവൻ്റെ ജീവനായ ബൈബിൾ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ 73 പുസ്തകങ്ങളുണ്ട് കേട്ടോ. പഴയ നിയമത്തിൽ 46ഉം പുതിയ നിയമത്തിൽ 27ഉം. എടോ മാഷേ, അതിൽ ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ 22-ാം അധ്യായം എടുക്കുക. എന്നിട്ട് അന്ന് നടന്ന സംഭവം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. സമയമുണ്ടെങ്കിൽ ഒന്ന് വായിക്കേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച ആ സംഭവ കഥ. ഒരു ദിവസം അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. അബ്രഹാം വിളി കേട്ടുകൊണ്ട് ഞാനിതാ എന്ന് പറഞ്ഞു. ദൈവത്തിന് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അബ്രഹാമിന് മനസ്സിലായിരുന്നു. ദൈവം പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ചിട്ടേയുള്ളൂ അബ്രഹാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് ദൈവം പറയുന്ന മലയിൽ ചെന്ന് ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കണം എന്നാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. ദൈവം പറഞ്ഞത് അബ്രഹാം കേട്ടു. അതിരാവിലെ തന്നെ അബ്രഹാം എഴുന്നേറ്റു. ഇസഹാക്കിനെ വിളിച്ചുണർത്തി അവനെ ഒരുക്കി. കഴുതയെ യാത്രയ്ക്കായി തയ്യാറാക്കി. യാത്രയ്ക്ക് സഹായത്തിനായി 2 ഭൃത്യന്മാരെയും തയ്യാറാക്കി. ഹോമയാഗത്തിനുള്ള വിറകുമായി അബ്രഹാമും ഇസഹാക്കും അബ്രഹാമിൻ്റെ 2 ഭൃത്യന്മാരും കൂടി യഹോവ പറഞ്ഞ മോറിയ ദേശത്തേക്ക് പോകുന്നു. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ മോറിയ ദേശത്തിന് അടുത്തെത്തി. അബ്രഹാം നോക്കിയപ്പോൾ ദൂരെ മോറിയ ദേശത്തെ ദൈവം പറഞ്ഞ മല കണ്ടു. കഴുതയെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് അബ്രഹാം പറഞ്ഞു, നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരുന്നാൽ മതി, ഞാനും ഇസഹാക്കും കൂടി അവിടെ ചെന്ന് ഹോമയാഗം കഴിച്ചിട്ട് വരാം. ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് ഇസഹാക്കിന്റെ തലയിൽ വെച്ചു. തീയും കത്തിയും അബ്രഹാം എടുത്തു. എന്നിട്ട് അവർ ഒരുമിച്ച് മലയിലേക്ക് നടന്നു. താനും അപ്പനും കൂടി ദൈവത്തിന് ഹോമയാഗം കഴിക്കാനാണ് പോകുന്നതെന്ന് ഇസഹാക്കിന് അറിയാം. പക്ഷേ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ തങ്ങൾ കൊണ്ടുവന്നിട്ടുമില്ല. പിന്നെ എങ്ങനെ തങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കും? ഇസഹാക്കിന് സംശയമായി. ഇസഹാക്ക് അബ്രഹാമിനെ വിളിച്ചു. അപ്പാ, എന്താ മോനെ? അബ്രഹാം വിളി കേട്ടു. അപ്പാ, നമ്മുടെ കയ്യിൽ തീയും വിറകുമുണ്ട്, പക്ഷേ ഹോമയാഗം കഴിക്കേണ്ട ആട്ടിൻകുട്ടിയെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മൾ ഹോമയാഗം കഴിക്കും? ഇസഹാക്ക് തൻ്റെ സംശയം അബ്രഹാമിനോട് ചോദിച്ചു. അബ്രഹാം ഒരു നിമിഷം നിന്നു. മോനെ, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ ദൈവം നമുക്ക് തരും. അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു. അവർ വീണ്ടും മലയിലേക്ക് ഒന്നിച്ച് നടന്നു. ദൈവം പറഞ്ഞ സ്ഥലത്ത് അവർ എത്തി. ഇസഹാക്കിന്റെ തലയിൽ നിന്ന് അബ്രഹാം വിറകെടുത്തു താഴ്ത്തി വെച്ചു. അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിന്റെ മുകളിലേക്ക് വിറക് അടുക്കി വെച്ചു. എന്നിട്ട് തൻ്റെ മകനായ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്റെ മുകളിൽ അടുക്കി വെച്ചിരുന്ന വിറകിന് മുകളിൽ കിടത്തി. ഹോമയാഗം അർപ്പിക്കാനായി ആടിനെ അറക്കുന്നത് പോലെ യാഗവസ്തുവായി യാഗപീഠത്തിന്മേൽ കിടത്തിയിരിക്കുന്ന ഇസഹാക്കിനെ അറക്കാനായി കത്തിയെടുത്തു. പെട്ടെന്ന് യഹോവയുടെ ദൂതന്റെ ശബ്ദം അവിടെ ഉയർന്നു. യഹോവയുടെ ദൂതന്റെ ശബ്ദം ആകാശത്ത് നിന്ന് അബ്രഹാം കേട്ടു. അബ്രഹാം, അബ്രഹാം. ദൂതൻ അബ്രഹാമിനെ വിളിച്ചു. ഞാനിതാ. അബ്രഹാം വിളി കേട്ടു. ഇസഹാക്കിനെ ഒന്നും ചെയ്യരുത്, അവന്റെ മേൽ കൈവയ്ക്കുകയും അരുത്. നിന്റെ മകനെ ഹോമയാഗമായി അർപ്പിക്കാനായി തയ്യാറായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൂതന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി. ഒരാടിന്റെ ശബ്ദം അബ്രഹാം കേട്ടു. അബ്രഹാം തലപൊക്കി ചുറ്റും നോക്കി. ഒരാട്ടിൻകുട്ടി കൊമ്പ് കുറ്റിക്കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നത് അബ്രഹാം കണ്ടു. അബ്രഹാം ആ ആടിനെ പിടികൂടി കൊണ്ടുവന്നു. ഇസഹാക്കിന് വിറകിൻ പുറത്തുനിന്ന് എടുത്ത് അവനെ സ്വതന്ത്രനാക്കി. ആടിനെ യാഗപീഠത്തിന്റെ മുകളിൽ അടുക്കി വെച്ചിരുന്ന വിറകിന്റെ മുകളിലേക്ക് കിടത്തി.
തൻ്റെ മകന് പകരമായി ആ ആടിനെ അബ്രഹാം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിനിട്ട പേരാണ് യഹോവ ഇരേ എന്ന്, അതായത് കർത്താവ് നൽകുമെന്ന്. എതിർപ്പുകളും വേദനകളും തകർച്ചകളും രോഗങ്ങളും ദുഃഖങ്ങളും നേരിടുമ്പോൾ ശത്രു പിശാച് സഹോദരനാണ് ഉത്തരവാദി എന്ന് കരുതി യുദ്ധം പ്രഖ്യാപിക്കുന്നവർ ഓർക്കുക, പരീക്ഷ എന്നൊന്ന് ദൈവത്തിൻ്റെ ആവനാഴിയിൽ ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു സത്യമാണ് മാഷേ ഈ ലോകത്തോട് ദൈവം പ്രഖ്യാപിച്ചത്. യഹോവ ഇരേ ഇരേ ഇരേ, യഹോവ ഇരേ ഇരേ ഇരേ, യഹോവ ഇരേ ഇരേ ഇരേ, യഹോവ ഇരേ ഇരേ ഇരേ.